ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നമുക്ക് നിമിഷം പ്രാർത്ഥിക്കാം. പിതാവായ ദൈവമേ, ഞങ്ങളിന്ന് ശ്രവിക്കാൻ പോകുന്ന ഈ വചനങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനുള്ള കൃപ നീ ഞങ്ങൾക്ക് തരണമേ. പരിശുദ്ധമേ ദൈവമാതാവേ, നീ അതിനു വേണ്ടി പ്രാർത്ഥിക്കണമേ. ഔസേ പിതാവേ, നീ കൂട്ടായിരിക്കണമേ. പ്രഭാഷകൻ്റെ പുസ്തകം 11-ാം അധ്യായം അതിൻ്റെ 7 മുതലുള്ള വാക്യങ്ങൾ ഇങ്ങനെ പറയുന്നു: അന്വേഷിച്ചറിയാതെ കുറ്റം ആരോപിക്കരുത്. ആദ്യം ആലോചന, പിന്നെ ശാസനം. കേൾക്കുന്നതിന് മുമ്പ് മറുപടി പറയരുത്. ഇടയ്ക്ക് കയറി പറയരുത്. വേണ്ടാത്ത കാര്യത്തിൽ തലയിടരുത്. പാപികളുടെ വിധി തീർപ്പിൽ പങ്കാളികളാവരുത്. മകനെ, പല കാര്യങ്ങൾ ഒന്നിച്ച് ഇടപെടരുത്. കാര്യങ്ങളേറിയാൽ തെറ്റ് പറ്റാൻ എളുപ്പമുണ്ട്. പലതിൻ്റെയും പിറകെ ഓടിയാൽ ഒന്നും പൂർത്തിയാവുകയില്ല. പിന്നെ ഒഴിഞ്ഞു മാറാൻ നോക്കിയാൽ രക്ഷപ്പെടുകയുമില്ല. പ്രഭാഷകൻ വ്യക്തമായി നമുക്ക് പറഞ്ഞു തരുന്ന കുറച്ച് കാര്യങ്ങൾ ഇന്നത്തെ ഈ ഒരു ജീവിത സാഹചര്യത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെടേണ്ട കുറച്ച് കാര്യങ്ങൾ. ഒന്നാമത്, അന്വേഷിച്ചറിയാതെ കുറ്റം ആരോപിക്കരുത്. എൻ്റെയൊക്കെ ജീവിതത്തിൽ വ്യക്തിപരമായി ഞാൻ അനുഭവിച്ച ഏറ്റവും വലിയ പ്രതിസന്ധികളിൽ ഒന്നാണ് ഇങ്ങനെ ചെയ്യാത്ത കുറ്റത്തിന് ആരോപണം ഏൽക്കേണ്ടി വരിക. ചെയ്യാത്ത കുറ്റത്തിന് നമ്മൾ ആരോപണം ഏൽക്കേണ്ടി വരിക. അതായത് ഇപ്പം നമ്മളും അതുപോലെ തന്നെ മറ്റുള്ളവരെയും ഇതുപോലെ ആരോപിച്ചിട്ടുണ്ട്. കാരണം ഒരു സൈഡ് മാത്രമേ നമ്മൾ കേൾക്കാറുള്ളൂ. നമ്മളെക്കുറിച്ച് ആരെങ്കിലും വന്ന് നമ്മളോട് പറയാണ്, ഇന്ന ആൾ ഇന്ന പോലെ പറഞ്ഞു എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ആ ഒരു ഭാഗം മാത്രം കേട്ടിട്ട് അതാരാണോ പറഞ്ഞതെന്ന് അറിഞ്ഞ വ്യക്തിയോട് നമുക്ക് വല്ലാത്തൊരു അമർഷവും വിദ്വേഷമൊക്കെ തോന്നും. അതുപോലെ തന്നെ നമ്മളെപ്പറ്റി ഇപ്പോൾ ആരോടെങ്കിലും ഒരാൾ ചെന്ന് പറയുകയാണ് ഇന്ന ആളെ പറ്റി ഇങ്ങനെ ഒരു പ്രശ്നമുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സൈഡ് മാത്രം കേട്ടിട്ട് നമ്മളെ ഇങ്ങനെ വിധിക്കും. അങ്ങനെയുള്ളവനാണ്, ഇങ്ങനെയുള്ളവനാണ്. പ്രത്യേകിച്ച് നമ്മുടെ കുടുംബത്തിൽ, നമ്മൾ കുടുംബജീവിതത്തിൽ ഇങ്ങനെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഭാര്യ, ഭർത്താവ്, കുഞ്ഞുങ്ങൾ, മാതാപിതാക്കൾ ഒക്കെ ആയിട്ട് നമ്മളിങ്ങനെ ജീവിച്ച് പോകുമ്പോൾ നമ്മുടെ റിലേറ്റീവ്സിൻ്റെ ഇടയ്ക്ക് ഒക്കെ ഇങ്ങനെയൊക്കെ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ നമ്മൾ ഒരു സൈഡ് മാത്രമേ കേൾക്കുന്നുള്ളൂ. അല്ലെങ്കിൽ പ്രത്യേകിച്ച് ശുശ്രൂഷയിൽ ആയിരിക്കുന്നവർ, ശുശ്രൂഷ മേഖലയിൽ കൗൺസിലിംഗ് ശുശ്രൂഷ, അതുപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ ഉപദേഷ്ടാക്കൾ, അങ്ങനെ വ്യാപരിക്കുന്നവർ, അല്ലെങ്കിൽ ഒരു പ്രാർത്ഥന, ഒരു സജഷൻസ് പറഞ്ഞു കൊടുക്കുന്നവർ, അങ്ങനെയൊക്കെ ആയിരിക്കുന്നവർ ഒരു സൈഡ് മാത്രം കേട്ടിട്ട് ഒരിക്കലും ഒരു ജഡ്ജ്മെൻറ്റിലോട്ട് പോകാൻ പാടില്ല. അതുകൊണ്ട് പ്രഭാഷകൻ വ്യക്തമായിട്ട് പറയുന്നത് അന്വേഷിച്ചറിയാതെ കുറ്റം ആരോപിക്കരുത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഹ്യൂമൻ സൈക്കോളജി ഇങ്ങനെയുണ്ട്. ഇപ്പം എൻ്റെ ഈ സൈക്കോളജി ഇങ്ങനെയാണ്: ഞാൻ ഒരാളോട് ഒരു കാര്യം പറയുമ്പോൾ എൻ്റെ ഭാഗം കറക്റ്റ് ചെയ്തിട്ടേ അത് പറയത്തുള്ളൂ. അതെപ്പോഴും അങ്ങനെയാണ്. നമ്മളൊരാളോട് ഒരു കാര്യം പറയുകയാണ്, അല്ലെങ്കിൽ ഒരു സംഭവത്തെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുകയാണ്, അല്ലെങ്കിൽ ഞാൻ തന്നെ പെട്ടിരിക്കുന്ന ഒരു കേസിനെക്കുറിച്ച് ഞാൻ പറയുമ്പോൾ എൻ്റെ ഭാഗം കറക്റ്റ് ചെയ്ത് പോളിഷ് ചെയ്തിട്ടേ ഞാൻ മറുപടി പറയത്തുള്ളൂ. അതെല്ലാവരും അങ്ങനെയാണ്. ഇപ്പം ആരോട് പറഞ്ഞാലും, ഇപ്പം നമ്മളോട് വന്ന് പറഞ്ഞാലും, ഇപ്പം എൻ്റെ കമ്പനിയുടെ ഓണറുണ്ട്. ആൾ എന്നെ ആദ്യമായിട്ട് കണ്ട സമയത്ത്, ആദ്യമായിട്ട് ഞാൻ പൂനെയിൽ ചെന്ന് ജോയിൻ ചെയ്യുന്ന സമയത്ത് എന്നെ ഇരുത്തി ഒരു കാര്യം മാത്രം എന്നോട് ഇങ്ങനെ പറഞ്ഞു തന്നു. അതായത്, എടാ, നിന്നെ ഞാൻ വലിയൊരു ഉത്തരവാദിത്വം ഫലമേൽപ്പിക്കാൻ പോവാണ്, വലിയൊരു ഗ്രേറ്റസ്റ്റ് റെസ്പോൺസിബിലിറ്റിയാണ് നീ ചെയ്യാൻ പോകുന്നത്. നിന്നോട് ആര് എന്ത് വന്ന് പറഞ്ഞാലും ഒരു കണ്ണിലൂടെ നീ വിശ്വസിക്കുമ്പോൾ 10 കണ്ണിലൂടെ സംശയത്തോടെ നോക്കാവുള്ളൂ എന്ന് പറഞ്ഞു. നിന്നോട് ആരെന്ത് വന്ന് പറഞ്ഞാലും ഒരു കണ്ണിലൂടെ നീ വിശ്വസിക്കുമ്പോൾ 10 കണ്ണിലൂടെ നീ സംശയത്തോടെ നോക്കാവുള്ളൂ, അല്ലെങ്കിൽ നിൻ്റെ തീരുമാനങ്ങൾ തെറ്റും. വെളുത്തതൊന്നും പാലല്ല, നന്നായിട്ട് ഉറപ്പിച്ചിട്ടേ എടുത്ത് കുടിക്കാവുള്ളൂ. വിഷം കലക്കി വെച്ചാലും വെളുത്ത് തന്നെ ആയിരിക്കണത്, റബ്ബർ പാൽ കലക്കി വെച്ചാലും വെളുത്ത് തന്നെ ആയിരിക്കുന്നത്, പെയിൻറ്റ് കലക്കി വെച്ചാലും വെളുത്ത് തന്നെ ആയിരിക്കണത്. പക്ഷേ വെളുത്തെല്ലാം പാലല്ല, അത് ഉറപ്പിച്ചിട്ടേ എടുത്ത് ഉപയോഗിക്കാവുള്ളൂ. കാരണം നമ്മൾ ഒരു ആംഗിളിൽ നിന്ന് മാത്രം നമ്മൾ കണ്ടിട്ട് ഈ നേരെ വരുന്ന മാത്രം വിശ്വസിച്ച് നമ്മളൊരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ ആ തീരുമാനങ്ങൾ പലപ്പോഴും പാളും. അതിനുശേഷം പതുക്കെ ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങി. നമ്മളിങ്ങനെ ഒരാളിങ്ങനെ നമ്മളോടൊരു കാര്യം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ 4 ഭാഗത്തുനിന്ന് ഇങ്ങനെ ചിന്തിക്കും, എന്തുകൊണ്ടാണ് ഇവൻ അല്ലെങ്കിൽ ഇവൾ ഇങ്ങനെ പറയുന്നത്? ഇതിലെന്തെങ്കിലും ഫാക്റ്റ് ഉണ്ടോ? അതോ ഞാൻ അത് കേൾക്കേണ്ടതാണോ? അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഹിഡൻ ആയിട്ടുള്ള എന്തെങ്കിലും അജണ്ട ഇതിൻ്റെ പിന്നിലുണ്ടോ? അല്ലെങ്കിൽ എന്നെ എന്തായാലും കീഴ്പ്പെടുത്താൻ വേണ്ടിയാണോ? അല്ലെങ്കിൽ മുതലാക്കാൻ വേണ്ടിയാണോ? അല്ലെങ്കിൽ എന്തെങ്കിലും അവർക്ക് എന്തെങ്കിലും ബെനഫിഷ്യൽ ഉണ്ടോ ഇത് ചെയ്യുന്നതുകൊണ്ട്? അല്ലെങ്കിൽ വേറെ ആർക്കെങ്കിലും ഉള്ള പാരയാണോ ഈ വന്നേക്കുന്നത്? ഇത് മുഴുവൻ ഇങ്ങനെ 4 ഭാഗത്തുനിന്നും ഇങ്ങനെ ചുറ്റി കറക്കി കുറക്കി ഇങ്ങനെ ആലോചിക്കാൻ തുടങ്ങും. അങ്ങനെ വന്നു കഴിയുമ്പോഴത്തേക്ക് നമുക്ക് എക്സാക്റ്റ് ഒരു പിടുത്തം കിട്ടും, ഇതിലൊരു തീരുമാനം എടുക്കണോ വേണ്ടയോ, ഇത് നമ്മുടെ തലയ്ക്കകത്ത് വെക്കണോ വേണ്ടയോ. ചില കാര്യങ്ങളൊക്കെ ഇങ്ങനെ കേട്ട് അപ്പുറത്തൂടെ അങ്ങ് കളഞ്ഞേക്കുക, തലയ്ക്കകത്തോട്ട് വെക്കരുത്. നമ്മുടെ തലയ്ക്കകത്ത് കയറി താമസിക്കാനായിട്ട് നമ്മൾ ഇടവരുത്തരുത്.
അതുകൊണ്ട് അന്വേഷിച്ചറിയാതെ ഒരിക്കലും നമ്മൾ കുറ്റം ആരോപിക്കാൻ പോവരുത്. കാരണം കർത്താവ് പറയുന്നുണ്ടല്ലോ, നീ വിധിക്കരുതെന്ന്. നീ വിധിക്കുന്ന വിധിയാൽ തന്നെ നീ വിധിക്കപ്പെടും. കാരണം ഒരു നിരപരാധിയാണ് നമ്മൾ വിധിക്കുന്നതെങ്കിൽ അതേ വിധിയാൽ നീ വിധി ഏൽക്കേണ്ടി വരും. ഞാനൊക്കെ ഇഷ്ടം പോലെ അനുഭവിച്ചിട്ടുള്ളതാണ്. ചെയ്യാത്ത കുറ്റത്തിന് ഇങ്ങനെ പ്രഹരമേക്കേണ്ടി വരും. ഒരുപക്ഷെ അത് ദൈവത്തിൻ്റെ ഒരു പഠിപ്പീരാണ്. നമുക്ക് കുറേ നാളുകൾക്ക് ശേഷമാണ് നമുക്ക് മനസ്സിലാകുന്നത്. ചില വ്യക്തികളെയൊക്കെ ദൈവം പഠിപ്പിക്കണമെങ്കിൽ, അല്ലെങ്കിൽ നമ്മളെക്കൊണ്ട് ചില തീരുമാനങ്ങളൊക്കെ എടുത്ത് ഉറപ്പിക്കണമെങ്കിൽ ആ വ്യക്തിയിൽ നിന്ന് അങ്ങനെ ഒരു നിലപാട് നമ്മൾ അനുഭവിച്ചേ പറ്റത്തുള്ളൂ. അത് ദൈവത്തിൻ്റെ ഒരു വഴിയാണ്. പക്ഷേ ആ ഒരു സമയത്ത് നമുക്കതൊന്നും ഉൾക്കൊള്ളാൻ പറ്റത്തില്ല. നമ്മളെ ഒത്തിരി മാനസികമായിട്ട് ബുദ്ധിമുട്ടിപ്പിച്ച കാര്യങ്ങളായിരിക്കും. ചിലപ്പം ചില വ്യക്തികളൊക്കെ അവർ നമ്മളെ അങ്ങോട്ട് സോപ്പിട്ട് നമ്മളെ മുതലാക്കിയിട്ട് നമ്മളെ കൊണ്ട് അങ്ങ് ഉപയോഗിക്കാൻ തുടങ്ങും. അവരൊന്നും ചെയ്യത്തുമില്ല, എന്നിട്ട് അവർ ചെയ്യാത്തതിൻ്റെ പഴി പോലും നമ്മൾ കേൾക്കേണ്ടി വരും. അങ്ങനത്തെയൊക്കെ സിറ്റുവേഷനിലൊക്കെ നമ്മൾ കടക്കേണ്ടി വരും, കുടുംബത്തിനകത്താണെങ്കിലും ജോലി സ്ഥലത്താണെങ്കിലും. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ ആദ്യമൊന്നും ഇത് നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റത്തില്ല. അത് അപ്പോൾ ഒത്തിരി ആരോപണങ്ങൾ നമ്മൾ നേരിടേണ്ടി വരും. അപ്പോൾ നമുക്കെതിരെ ആരോപണം പറയുന്നവർ ആ ഒരു സൈഡ് മാത്രം കേട്ടിട്ട് അവിടെ മാത്രമേ ചിന്തിക്കുന്നുള്ളൂ. ബാക്കി ഇപ്പുറത്ത് എന്താ സംഭവിച്ചേക്കുന്നതെന്ന് അവർ അന്വേഷിച്ചറിയുന്നില്ല. ഇതുപോലെ തന്നെയാണ് നമ്മളും തിരിച്ചും. ഒരാളെ വിധിക്കുമ്പോൾ നമ്മളും അന്വേഷിച്ചറിയുന്നില്ല. മറു സൈഡ് ഒരു കോയിന് 2 സൈഡും ഉണ്ട് അല്ലേ? ഇപ്പോൾ ഹെഡും ഉണ്ട്, ടെയിലും ഉണ്ട്. ഇപ്പോൾ ടെയിൽ മാത്രം കണ്ടിട്ട് ടെയിൽ ഇങ്ങനെയാണെന്ന്, ഇതാണ് സംഭവിച്ചേക്കുന്നത് നമുക്ക് പറയാൻ പറ്റത്തില്ല. അപ്പുറത്ത് ഹെഡും കാണണം എന്ന് പറയുന്ന പോലെ ആ സൈഡും കൂടി കേൾക്കാതെ നമുക്ക് പറയാൻ പറ്റത്തില്ല. ഇപ്പോൾ ഭാര്യ ഭർത്താക്കന്മാരുള്ള പ്രശ്നങ്ങൾ അത് കേട്ട് അതിന് സൊല്യൂഷൻ കൊടുക്കുന്ന ചില വ്യക്തികളുണ്ട്. അവർ 2 സൈഡും കേൾക്കും, ഭാര്യയും കേൾക്കും ഭർത്താവിനെയും കേൾക്കും, എന്നിട്ടേ ഒരു സൊല്യൂഷനിലേക്ക് എത്താൻ പറ്റത്തുള്ളൂ. ഇപ്പോൾ കുഞ്ഞുങ്ങളുടെ കുറ്റം മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുന്ന പേരൻസ്, അത് കുഞ്ഞുങ്ങളുടെ ഭാഗവും കൂടി കേൾക്കണം. അല്ലെങ്കിൽ പേരൻസിൻ്റെ കുറ്റം മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുന്ന കുഞ്ഞുങ്ങൾ. അപ്പോൾ ഈ 2 ഭാഗവും കൂടി കേട്ടിട്ട് വേണം നമുക്കൊരു തീരുമാനം എടുക്കാനായിട്ട്. അല്ല ഒരു സ്റ്റാഫിനെ കുറിച്ച് കുറ്റം പറയുന്ന മറ്റൊരു സ്റ്റാഫ്, ഈ 2 പേരെ ഇരുത്തി ഒന്ന് കേട്ടിട്ട് വേണം, അല്ലെങ്കിൽ സെപ്പറേറ്റ് 2 പേരെയും കേട്ടിട്ട് വേണം നമ്മളൊരു തീരുമാനം എടുക്കാനായിട്ട്. ആദ്യം ആലോചന, പിന്നെയോ ശാസിക്കാൻ പാടുള്ളൂ. അതിന് എന്തെങ്കിലും ആക്ഷൻ എടുക്കേണ്ടതാണോ? അടുത്ത പ്രഭാഷകൻ പറഞ്ഞു തരുവാണ്. ആദ്യം ആലോചന, പിന്നീടാണ് ശാസന. അതിനകത്ത് നമ്മൾ എന്തെങ്കിലും തീരുമാനം എടുക്കണം. ശാസിക്കേണ്ടതാണോ, തിരുത്തേണ്ടതാണോ? എങ്കിൽ മാത്രം നമ്മളങ്ങോട്ട് തിരുത്തുക. അല്ലെങ്കിൽ നമ്മൾ ജസ്റ്റ് ഇഗ്നോർ ഇട്ട് അത് കേൾക്കുക, അപ്പുറത്ത് കളഞ്ഞേക്കുക. ചില വ്യക്തികളെയൊക്കെ ഒന്ന് കേട്ടാൽ മതി, അവരുടെ പ്രശ്നം തീരും. പലപ്പോഴും അങ്ങനെയാണ്. അവരെ ഒന്ന് കേട്ടാൽ മതി. അവരാരുടെയെങ്കിലും കുറ്റമായിരിക്കുമെന്ന് പറയുന്നത്. ഒരു 10 മിനിറ്റ് നമ്മളിരുന്ന് കേട്ടേക്കുക. കേട്ട് അത് നമ്മുടെ ഉള്ളിൽ തന്നെ കുഴിച്ച് മൂടിയേക്കുക. ഇവിടുന്ന് പിന്നെ പുറത്ത് പോകാതിരിക്കുക. അതൊന്ന് ആ വ്യക്തി ഒന്ന് ശ്രവിച്ചു കഴിഞ്ഞാൽ ആ വ്യക്തി ഫ്രീ ആവും. ചിലരുടെ സൈക്കോളജി അങ്ങനെയുണ്ട്. പലരും, ഇപ്പോൾ എനിക്ക് വ്യക്തിപരമായ അനുഭവമുള്ള ഒത്തിരി ആൾക്കാരുണ്ട്. അവരെ ഒന്ന് കേൾക്കണം. അപ്പോൾ അവരെ കേൾക്കുക എന്ന് പറഞ്ഞാൽ അവരൊരു 10-15 മിനിറ്റ് ആരുടെയെങ്കിലും കുറ്റമായിരിക്കും പറയുന്നത്. ഒന്നുകിൽ കുടുംബത്തിലുള്ളവരുടെ ആയിരിക്കും, കൂടെ ജോലി ചെയ്യുന്നവരുടെ ആയിരിക്കും. അപ്പോൾ ഇത് കുറേ നേരം നമ്മളിങ്ങനെ കേട്ട് കഴിയുമ്പോഴത്തേക്ക് അവർ ഫ്രീ ആവും. ഇനി നമ്മളത് വേറൊരാളോട് വിവരിക്കാതെ ഇരിക്കാനായിട്ട് മാത്രം നമ്മൾ നോക്കിയാൽ മതി. അടുത്ത പ്രഭാഷകൻ പറയുന്നൊരു കാര്യമുണ്ട്, കേൾക്കുന്നതിന് മുമ്പ് മറുപടി പറയരുത്. ഇറ്റ്സ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. കേൾക്കുന്നതിന് മുമ്പ് മറുപടി പറയരുത്. ഞാനും ഒരു ബിസിനസ് സെക്ടറിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. ഞങ്ങളും ഈ ബിസിനസ്സിൻ്റെ ഭാഗമായിട്ട് പലരുമായിട്ട് സംസാരിക്കേണ്ടി വരും. അപ്പോൾ നമ്മളൊരു കസ്റ്റമറിനെ ഒക്കെ മീറ്റ് ചെയ്യുമ്പോൾ ഈ കസ്റ്റമർ പറയുന്ന കാര്യങ്ങൾ ഫുള്ള് കേൾക്കുന്നതിന് മുമ്പ് ചിലർ സൊല്യൂഷൻ കൊടുക്കാൻ തുടങ്ങും. കസ്റ്റമർ എ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ പോകുന്ന ആൾ ഇസഡ് എന്ന സൊല്യൂഷൻ കൊടുത്ത് കഴിയോടെ. അങ്ങനെ ഒരിക്കലും നമ്മൾ ചെയ്യാൻ പാടില്ല. നമ്മൾ ഇരുന്ന് അവരെ കേൾക്കണം. ഫുള്ള് കേട്ട് കഴിയുമ്പം അവരുടെ നീഡ് എന്താണെന്ന് നമ്മൾ മനസ്സിലാകത്തുള്ളൂ. അതുപോലെ തന്നെ ഒരു സ്പിരിച്വലി ഒരു അഡ്വൈസ് ചെയ്യുന്ന ഒരാൾ, ഒരാൾക്കൊരു ഉപദേശം കൊടുക്കുന്ന ഒരാൾ, ഒരു സജഷൻ കൊടുക്കുന്ന ആൾ ഫുള്ള് ഇരുന്ന് കേൾക്കണം. അല്ലെങ്കിൽ ഒരു പ്രശ്നത്തെ ഡീൽ ചെയ്യുമ്പോഴത്തേക്ക് അത് ഫുള്ള് ഇരുന്ന് കേട്ടതിന് ശേഷം മാത്രമേ മറുപടി പറയാവുള്ളൂ. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഒരു മിനിസ്ട്രി 1-to-1 മിനിസ്ട്രിയാണ്. ഒരാളുമായിട്ട് പേഴ്സണലി അയാളെ മനസ്സിലാക്കി അയാൾക്ക് വേണ്ട സൊല്യൂഷൻസ് കൊടുക്കുക. അതിന് ഞാൻ മണിക്കൂറുകൾ സ്പെൻഡ് ചെയ്യാറുണ്ട്. അപ്പം അതും വലിയൊരു ശുശ്രൂഷയുടെ ഭാഗം തന്നെയാണ്. ശരിക്കും ദൈവം തന്ന ഒരു കൃപയാണത്. അപ്പം അതിന് ഞാൻ ഒത്തിരി നന്ദി പറയുന്നു. അപ്പോൾ ഞാൻ മണിക്കൂറുകൾ കേൾക്കുമ്പോൾ ഞാൻ ഓരോന്ന് ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ട് ഇവരെ ഇരുന്ന് ഇങ്ങനെ കേൾക്കും. ഞാൻ ഒരു 2 മണിക്കൂർ 3 മണിക്കൂർ ഇവരെ ഇരുന്ന് കേൾക്കും. കേട്ട് കഴിഞ്ഞിട്ട് പിന്നെ നമുക്കൊരു 10 മിനിറ്റ് പറഞ്ഞാൽ മതി, ഫുള്ള് ഇത് കേട്ട് കഴിയുമ്പോൾ. കാരണം ഫുള്ള് കേട്ട് കഴിയുമ്പോൾ നമുക്കൊരു എൻറ്റയർ ഒരു ഐഡിയ നമുക്ക് കിട്ടുകയാണ്. ഇതെന്താണ്, ഇതിനെക്കുറിച്ച് എന്താണ്. ഇതുപോലെ തന്നെയാണ് ബിസിനസ് സെക്ടറിൽ. ആ ഒരു കസ്റ്റമറെ നമ്മളൊരു മണിക്കൂർ കണക്കിന് ഇരുന്ന് കേട്ട് കഴിയുമ്പോൾ ആ കസ്റ്റമർ എന്താണ് ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ അവിടെ എന്ത് ഇൻഫ്രയാണ് അവർക്ക് വേണ്ടത്, എക്സാക്റ്റ് ഒരു പിക്ചർ നമുക്ക് ഫുള്ള് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അധികം നമ്മൾ സംസാരിക്കേണ്ട ആവശ്യം വരുന്നില്ല. കാരണം അവർക്ക് വേണ്ട ഒരു സൊല്യൂഷൻ മാത്രം പറഞ്ഞ് ഇതിങ്ങനെ ചെയ്താൽ മതി, അതിന് ഇന്ന അഡ്വാൻറ്റേജസ് ഉണ്ട് എന്ന് മാത്രം പറഞ്ഞ് നമുക്ക് പോയാൽ മതി.
ഈ ശുശ്രൂഷയുടെ കാര്യത്തിൽ ഇതുപോലെ തന്നെയാണ്. അപ്പോൾ ഇത് കംപ്ലീറ്റ് ഇങ്ങനെ കേട്ട് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാകും, ഇത് കണക്ട് ചെയ്യാൻ പറ്റും. ഇവരുടെ പ്രശ്നം എന്താണ്, അത് ഇന്നത് കൊണ്ടാണ്, ഇന്ന ജീവിത രീതി മാറ്റിയാൽ മതി എന്ന് ജസ്റ്റ് ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് കൊണ്ട് പരിപാടി തീരും. അതുകൊണ്ട് ഒരിക്കലും ഇത് കേൾക്കുന്നതിന് മുമ്പ് കയറി മറുപടി പറയരുത്. ദൈവത്തോടും അങ്ങനെ തന്നെയാണ്. കാരണം നമ്മളിപ്പോൾ ദൈവത്തോട് പ്രാർത്ഥനകളൊക്കെ എത്തിക്കുന്നത് പലരും ഇങ്ങനെ ആവശ്യങ്ങൾ നിരത്തി അദ്ദേഹത്തിൻ്റെ ചെവി മരപ്പിച്ചിട്ട് മിണ്ടാതെ പോകും. ഇനി അദ്ദേഹം എന്താണ് നമ്മളോട് പറയുന്നതെന്ന് ഒരിക്കലും നമ്മൾ കേൾക്കില്ല. അതിന് ഈ വാ അടച്ചാൽ ചെവി തുറക്കും. നമ്മുടെ വാ അടഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ചെവി തുറക്കപ്പെടും. നമ്മുടെ ചെവി തുറക്കണം. ചെവി തുറന്നിരുന്ന് കേൾക്കാൻ സന്നദ്ധരാവണം. വീട്ടിലൊക്കെ ഇരുന്ന് കേൾക്കണം. ജീവിത പങ്കാളിയെ കേൾക്കണം, മക്കളെ ഇരുന്ന് കേൾക്കണം, മാതാപിതാക്കളെ ഇരുന്ന് കേൾക്കണം. അങ്ങനെ കേൾക്കുന്നവരാവണം നമ്മൾ. അല്ലാതെ മറുപടി പറയാൻ വേണ്ടി അല്ല നമ്മൾ കേൾക്കേണ്ടത്. അത് ലിസൺ ചെയ്യാൻ വേണ്ടി ഒരു ലിസ്ണർ ആവണം നമ്മൾ. ഒരു ലിസൺ ചെയ്തെങ്കിൽ മാത്രമേ നമ്മൾ അവരെ മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. നമുക്ക് എന്താണ് അവിടെ വേണ്ടതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. ഇടയ്ക്ക് കയറി പറയരുത്. അതും വലിയ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ 2 പേര് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്, അതിൻ്റെ ഇടയ്ക്ക് കയറി സംഭവങ്ങളൊന്നും അവതരിപ്പിക്കാനായിട്ട് പാടില്ല. നമുക്കൊരു ചാൻസ് കിട്ടുമ്പോൾ മാത്രം നമ്മൾ സംസാരിക്കുക. പ്രത്യേകിച്ച് ഇങ്ങനെ ഇൻ്റർവ്യൂസിനൊക്കെ പോകുമ്പോഴത്തേക്ക് പണ്ടൊക്കെ ഞാൻ ഓർക്കുന്നുണ്ട്, ഇങ്ങനെ ഗ്രൂപ്പ് ഡിസ്കഷൻസ് ഒക്കെ വരും. അപ്പോൾ ഒരാൾ സംസാരിച്ച് തീർത്തിട്ടേ അടുത്ത ആൾ മറുപടി പറയാൻ പാടുള്ളൂ. അതിൻ്റെ ഇടയ്ക്ക് കയറി ചിലരൊക്കെ സംസാരിക്കുക. അവരൊന്നും എടുക്കാറില്ല ആരും. കാരണം അത് ഒരു മാനേഴ്സിൻ്റെ ഒരു കുറവാണത്. ഇടയ്ക്ക് കയറി സംസാരിക്കും. അപ്പം നമ്മളിപ്പം ചില വ്യക്തികളുണ്ട്, അവർക്കിങ്ങനെ അവരുടെ തലയ്ക്കകത്ത് ഇങ്ങനെ 100 കൂട്ടം കാര്യങ്ങളാണ്. അപ്പോൾ നമ്മളോടൊരു എയുടെ കാര്യം ഇങ്ങനെ പറഞ്ഞു തുടങ്ങും. അപ്പോൾ എയുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞിട്ട് നമ്മൾ എക്ക് ഒരു സൊല്യൂഷൻ കൊടുത്ത് ഒരു പകുതി ആവുന്നതിന് മുമ്പ് അവർ ബി പറയും. അത് പകുതി ആവുന്നതിന് മുമ്പ് സി പറയും. അപ്പോൾ അങ്ങനെ പോകുമ്പോഴത്തേക്ക് ഇത് ഈ സ്കാറ്റർ ചെയ്യുകയെന്ന് പറയും. കാരണം അവരുടെ മൈൻഡ് ഇങ്ങനെ സ്കാറ്റേഡ് ആണ്, ഇങ്ങനെ ചിന്നി ചെതറി കിടക്കുകയാണ്. എങ്ങും ഒരു ഫോക്കസ്ഡ് അല്ല, ഒരു കാര്യത്തിലൊരു ഫോക്കസ്ഡ് അല്ല അവർ. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഒരിക്കലും ഒരു മുന്നോട്ട് വരാനോ അല്ലെങ്കിൽ ഒരു മാറ്റം വരുത്താനോ പറ്റത്തില്ല. കാരണം ഒരു സംഭവത്തിലെ മാറ്റം വരുത്താൻ വേണ്ടി ഇങ്ങനെ നോക്കുമ്പോഴത്തേക്ക് അവർ അടുത്ത കാര്യത്തിലേക്ക് എത്തിപ്പെട്ടു കഴിഞ്ഞു. അവിടെ അവരിങ്ങനെ സ്കാറ്റേഡായി ഇങ്ങനെ ചിന്നിച്ചെതറി കിടക്കും. അപ്പോൾ ഒരിക്കലും ഇങ്ങനെ ഇടയ്ക്ക് കയറി സംസാരിക്കരുത്. അങ്ങനെ ഒരു സംസാരിക്കുന്ന ശീലം എനിക്ക് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ പതുക്കെ നമുക്ക് കർത്താവിനോട് കൃപ വാങ്ങിച്ചിടും. കർത്താവേ, അങ്ങനെ സംസാരിക്കുന്നൊരു ശീലത്തെ നീ ഞങ്ങൾക്കൊന്ന് മാറ്റിത്തരണമേ. വീണ്ടും പറയുന്നുണ്ട്, പ്രഭാഷകൻ പറയുന്നുണ്ട്, വേണ്ടാത്ത കാര്യത്തിൽ തലയിടരുത്. നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ പണി അവിടെയാണ്. ആവശ്യമില്ലാത്ത കാര്യത്തിൽ കയറി ഇടപെടാൻ പോകും. ഇപ്പം ഞാൻ വീട്ടിലിരിക്കുമ്പോൾ ഞാൻ പലപ്പോഴും ഇങ്ങനെ ശ്രദ്ധിക്കാറുണ്ട്, ഈ കുഞ്ഞുങ്ങൾ തമ്മിൽ അടിയുണ്ടാകും. കുഞ്ഞുങ്ങളാണ് ഈ പിണക്കവും ഇണക്കവും. അതുങ്ങളുടെ ജീവിതത്തിൽ അങ്ങനെയാണല്ലോ. കുഞ്ഞുങ്ങളുടെ പൊരിഞ്ഞ അടിയായിരിക്കും. അപ്പം ഇതിനകത്ത് ആദ്യമൊക്കെ കയറി ഇടപെടുമ്പോൾ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇടപെട്ട് ചോറിലെടുത്ത് 2 എണ്ണത്തിനും കൊടുത്ത് മാറ്റിയൊക്കെ ഇരുത്തും. 5 മിനിറ്റ് കഴിയുമ്പോൾ ഇതുങ്ങൾ വീണ്ടും കൂടും, വീണ്ടും അടുത്തടി ഉണ്ടാവും. ഇതുപോലെ തന്നെയാണ് പേരൻസ്. അതുകൊണ്ട് മക്കളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, പേരൻസിൻ്റെ കാര്യത്തിൽ ഇടപെടാൻ പോകരുത്. കാരണം അതുങ്ങൾ ഭയങ്കര അടയും ചക്കരയാണ്. നാളെ വീണ്ടും പിണങ്ങും, മുറ്റടിയായിരിക്കും. നാളെ കഴിഞ്ഞ് വീണ്ടും ഈ അടയും ചക്കരയോ എന്ന് പറയുന്ന പോലെയാണ്. ഒരു വേണ്ടാത്ത കാര്യത്തിലൊന്നും നമ്മൾ കയറി ഇടപെടാൻ പോകരുത്, മറ്റുള്ളവരുടെ കാര്യത്തിൽ. ഇനി എന്തെങ്കിലും ഒരു പ്രശ്നത്തിൽ പെട്ടു എന്നൊക്കെ ഒന്ന് പറയുമ്പോഴാണെങ്കിൽ പോലും ഒന്ന് നോക്കുക, ഇടപെടത്തിൻ്റെ മാത്രം ഇടപെടുക. അല്ലാത്ത കാര്യത്തിനകത്ത് ഇടപെടേണ്ട ആവശ്യമില്ല. ഇനി എല്ലാത്തിലും കയറി അഭിപ്രായം പറയാൻ നിൽക്കരുത്. നമ്മളോട് ബന്ധപ്പെട്ട കാര്യത്തിനകത്ത് മാത്രം അഭിപ്രായം പറയുക. അത് നമുക്ക് ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്നതാണെങ്കിൽ മാത്രം. അല്ലെങ്കിൽ മിണ്ടാൻ പോകരുത്. 8ൻ്റെ പണി നമ്മൾ വാങ്ങിച്ചു വിടും, വെറുതെ ശത്രുത കൂട്ടി വയ്ക്കും. എന്നിട്ട് ഒരു കാലഘട്ടത്തിൽ ഞാനും എൻ്റെ വൈഫും ഞങ്ങൾ സ്നേഹിച്ച് കല്യാണം കഴിച്ചവരാണ്. 6 വർഷം കഴിഞ്ഞിട്ടൊക്കെയാണ് കല്യാണം കഴിക്കുന്നത്. പക്ഷേ കല്യാണം കഴിച്ചിട്ട് ഞങ്ങൾ തമ്മിൽ ആത്മീയമായിട്ടോ മാനസികമായിട്ടോ ശാരീരികമായിട്ടോ ഒരു പ്രശ്നമില്ല. പക്ഷേ എന്നും അടിയായിരുന്നു. പൊരിഞ്ഞ അടി ഉണ്ടാക്കും. എന്നിട്ട് 2 ആഴ്ചയൊക്കെ പിണങ്ങിയിരിക്കും. ആ പിണങ്ങിയിരുത്തമാണ് ഞങ്ങളുടെയൊക്കെ ജീവിതത്തിൽ മരുഭൂമി അനുഭവം എന്ന് പറയുന്നത്. പിന്നെ ഒന്ന് മുഖത്ത് നോക്കാൻ പറ്റത്തില്ല, മിണ്ടാൻ പറ്റത്തില്ല, ഒരുമിച്ചിരുന്ന് കഴിക്കാൻ പറ്റത്തില്ല, കുഞ്ഞുങ്ങളെ നോക്കാൻ പറ്റത്തില്ല, ഒരുമിച്ചൊന്ന് പ്രാർത്ഥിക്കാൻ പറ്റത്തില്ല, പള്ളിയിൽ പോകാൻ പറ്റത്തില്ല, ജോലിയിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഒരു 2 ആഴ്ചയൊക്കെ കഴിയുമ്പം ഇതെങ്ങനെയൊക്കെയോ ഒന്ന് രമ്യതപ്പെടും. അന്ന് പോയിട്ട് വീണ്ടും അടിയുണ്ടാകും. അപ്പോൾ അങ്ങനെ കുറേ കാലം കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങൾക്കൊരു കാര്യം മനസ്സിലായി, ഇങ്ങനെ അടി ഉണ്ടാക്കിക്കൊണ്ടിരുന്നാൽ ശരിയാവത്തില്ല.
ഇതൊന്ന് അനലൈസ് ചെയ്ത് കണ്ടുപിടിക്കണം, ഇതെന്താ കാരണം. അങ്ങനെ ഒന്ന് അനലൈസ് ചെയ്തപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായ ഒരു കാര്യം ഇതാണ്: എനിക്ക് വേണ്ടിയോ ബിൻസിക്ക് വേണ്ടിയോ അല്ല ഞങ്ങൾ അടി ഉണ്ടാക്കുന്നത്. ഒന്നെങ്കിൽ എൻ്റെ കുടുംബത്തിൻ്റെ കാര്യം പറയും, എൻ്റെ വീട്ടുകാരുടെ കാര്യം പറയും, എൻ്റെ ബന്ധുക്കാരുടെ കാര്യം പറയും, കൂട്ടുകാരുടെ കാര്യം പറയും, അതിലേക്ക് അവളെ പിടിച്ച് വലിക്കും. ഇനി അവളുടെ വീട്ടുകാരുടെ കാര്യം പറയും, അവളുടെ ബന്ധുക്കാരുടെ കാര്യം പറയും, കൂട്ടുകാരുടെ കാര്യം പറയും, അതിലേക്ക് എന്നെ പിടിച്ച് വലിക്കും. ഇത് രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഉൾക്കൊള്ളാൻ പറ്റത്തില്ല. ഇനി നമ്മൾ ആർക്ക് വേണ്ടിയാണോ അടി ഉണ്ടാക്കുന്നത് അവർക്കൊന്നും സംഭവിക്കുന്നില്ല. അവർ സ്വസ്ഥമായിട്ട് ജീവിച്ച് കഴിച്ച് ആഘോഷിച്ച് അവരങ്ങ് പോകുന്നു. നമ്മൾ അവർക്ക് വേണ്ടി അടിയുണ്ടാക്കി നമ്മുടെ മനസ്സമാധാനം കളഞ്ഞ് നമ്മളിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കും. എന്തിനാ ഈ വേലയെ കിടക്കുന്ന പാമ്പിനെ എടുത്ത് തോളത്തിട്ടിട്ട് കടിയും വാങ്ങിച്ചിട്ട് പിന്നെ കർത്താവിനോട് പറയാം, കർത്താവെ കടിച്ചു എന്ന്. കർത്താവ് ചോദിക്കും, നിനക്ക് എന്നോട് കണ്ണ് തന്നേക്കുന്ന പൊട്ടനാണോ നീ എന്ന് ചോദിക്കും. അതുകൊണ്ട് ആവശ്യമില്ലാത്ത കാര്യത്തിനകത്തൊന്നും ഇടപെടാൻ പോകരുത്. ഇനി നമ്മൾ ഒരാളുടെ കാര്യത്തിൽ ഇടപെടാൻ പോകുന്നില്ലെങ്കിൽ അവർ നമ്മുടെ കാര്യത്തിലും ഇടപെടില്ല. ഇത്രയും നാളും എൻ്റെ ജീവിതത്തിലൊരു എക്സ്പീരിയൻസ് ആണ്. നമ്മൾ അനാവശ്യമായിട്ട് ഒരാളുടെ കാര്യത്തിൽ ഇടപെടാൻ പോകുന്നില്ലെങ്കിൽ അവരൊരിക്കലും നമ്മുടെ കാര്യത്തിൽ ഇടപെടാൻ വരില്ല. അതുപോലെ തന്നെ പാപികളുടെ വിധി തീർപ്പിൽ പങ്കാളികളാവരുത്. നമുക്കറിയാം, എന്തെങ്കിലും ഒരു കുറ്റമോ പാവമോ ഉണ്ടെങ്കിൽ അതിൽ ഒരു വിധി തീർപ്പിൽ നമ്മൾ പങ്കാളികളാവരുത്. നമ്മൾ ചേർന്ന് ഇത് അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം, നെവർ, പറയാതിരിക്കുക. വീണ്ടും പ്രഭാഷകൻ നമ്മോട് പറയാണ്, മകനെ, പല കാര്യങ്ങൾ ഒന്നിച്ച് ഇടപെടരുത്. കാര്യങ്ങൾ ഏറിയാൽ തെറ്റ് പറ്റാൻ എളുപ്പമുണ്ട്. പലതിൻ്റെയും പിറകെ ഓടിയാൽ ഒന്നും പൂർത്തിയാവില്ല. പിന്നെ ഒഴിഞ്ഞ് മാറാൻ നോക്കിയാൽ രക്ഷപ്പെടുകയുമില്ല. പല വീട്ടിലും ഞാനിങ്ങനെ ഒത്തിരി ശ്രദ്ധിച്ചിട്ടുണ്ട്, ചില കുഞ്ഞുങ്ങൾക്കൊരു ഫ്രീഡം കൊടുക്കത്തില്ല. അതായത് കുഞ്ഞുങ്ങളിങ്ങനെ വളർന്നു വരുന്നു, അവരിപ്പോൾ സ്കൂളിൽ പഠിക്കുന്നുണ്ട്. നമുക്കറിയാം, ഇന്നത്തെ കാലത്തെ ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റം തന്നെ ഒരു ഫാക്ടറി മോഡൽ സിസ്റ്റമാണ്. കാരണം അവർക്ക് എടുക്കാൻ പറ്റാത്തതിൽ കൂടുതൽ ലോഡ് അവർക്ക് കൊടുക്കുന്നുണ്ട്. അത്രയും പണ്ടൊക്കെ ഞാനൊക്കെ പഠിക്കുന്ന കാലത്ത് ഞാനൊക്കെ ഓർക്കുന്നുണ്ട്, 2 പുസ്തകം കൊണ്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ കാര്യങ്ങളെല്ലാം പഠിച്ച് നമ്മളിങ്ങനെ തിരിച്ചു വരും. ഇന്ന് ഒരു കഴുത ചുമക്കുന്ന പോലെ ഈ കുഞ്ഞുങ്ങൾ ഈ ഭാരമെല്ലാം ചുമന്ന സ്കൂളിലേക്ക് പോണത്. അപ്പം ഈ ചില പേരൻസൊക്കെ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അഡീഷണലായിട്ട് കുറേ കാര്യങ്ങളും കൂടി ഇതിൻ്റെ തലയിലങ്ങ് ഏൽപ്പിച്ചു കൊടുക്കും. ഇനി കുറേ കൾച്ചറൽ ആക്ടിവിറ്റീസ്, ഡാൻസ്, പാട്ട്, ഗിറ്റാർ, അത് കഴിയുമ്പോഴത്തേക്ക് വേറെ എന്തെങ്കിലും പ്രോഗ്രാമിങ്ങിൻ്റെ കോച്ചിങ്, ഇത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്തൊക്കെയുണ്ടോ അത് മുഴുവൻ ഈ കുഞ്ഞുങ്ങളുടെ തലയിലേപ്പിക്കും. എന്നിട്ട് ആകെ കൂടെ ഈ ഓണത്തിന് ക്രിസ്മസിന് 2 മാസം അവധിയൊക്കെ കിട്ടുമ്പോൾ ഒരു 100 കോച്ചിങ്ങിന് വിടും. ഇതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇതുങ്ങളുടെ ഉള്ളിൽ ഇങ്ങനെ കുറേ ഭാരം കൊണ്ട് കുത്തി വെച്ചിട്ട് ഒന്നും ശരിയാവില്ല. വിട്ട എല്ലാ കാര്യത്തിലും അട്ടർ ഫെയിലിയറാവും. എന്നിട്ട് അവസാനം പഠിത്തവും പോകും. ഇതുപോലെ തന്നെ ചില ഗ്രാജുവേഷനൊക്കെ കഴിഞ്ഞിരിക്കുന്ന പിള്ളേരുണ്ട്. ചിലപ്പം ഒരു ബിടെക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും ഫിനാൻസ് പരമായിട്ടോ എന്തെങ്കിലും പഠിച്ചൊരു കുഞ്ഞായിരിക്കാം. അത് കഴിഞ്ഞിട്ട് അതിനെ ആ ഒരു രീതിക്ക് ജോലിക്ക് പോകാൻ സമ്മതിക്കത്തില്ല. അതിന് വേണ്ടാത്ത വേറെ കുറേ കോച്ചിങ്ങും ഇതും എല്ലാം കൊടുത്തിട്ട്, ഞാൻ ഓർക്കുന്നുണ്ട്, ഒരു കുഞ്ഞ് ഒരിക്കലും ഒന്ന് ഷെയർ ചെയ്തൊരു കാര്യമുണ്ട്. അവന് മാത്സ് സബ്ജക്റ്റ് ഭയങ്കര ഇഷ്ടമാണ്. അവന് മാത്സ്. അപ്പം +2 കഴിഞ്ഞിട്ട് ഇവന് BSc മാത്സ് എടുക്കണം. ഇതാണ് ഇവൻ്റെ ആഗ്രഹം. പേരൻസ് ഒരു രീതിയിലും ഈ കുഞ്ഞിനെ സമ്മതിക്കുന്നില്ല. അവർ കൊണ്ടുവന്ന് എൻജിനീയറിങ്ങിന് ചേർത്തു. ചേർത്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, മാത്സിന് മാത്രം, എൻജിനീയറിങ്ങിൽ മാത്സ് ഉണ്ട്, മാത്തമാറ്റിക്സ് റിലേറ്റഡ് ടോപ്പിക്സ് ഉണ്ട്, അതിന് മാത്രം ഇവന് 100 ഔട്ട് ഓഫ് 100 ആണ്. ബാക്കി ഒട്ട എക്സാം ഇവൻ എഴുതാൻ പോകത്തില്ല. അങ്ങനെ ഇരുന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ ഒരു ദിവസം ഇവനെ കണ്ടപ്പോൾ ചോദിച്ചപ്പോൾ പറയുന്നത്, എൻ്റെ അപ്പനോടുള്ള വാശിയാണ്. ഞാൻ എന്ത് പറ്റിയിട്ട് അപ്പൻ എന്നാ പറ്റിയെന്ന് ചോദിച്ചത്. എനിക്ക് മാത്സ് ആയിരുന്നു ഇഷ്ടം, ഞാൻ ആ മനുഷ്യനോട് പറഞ്ഞതാണ്, ആ മനുഷ്യൻ എന്നെ കൊണ്ട് എൻജിനീയറിങ്ങിന് ചേർത്ത്. ഞാൻ പറഞ്ഞതാണ് എനിക്ക് BSc മാത്സ് മതിയെന്ന്. കാരണം കുഞ്ഞുങ്ങൾക്കൊരു ടേസ്റ്റ് ഉണ്ട്. അതുങ്ങളിൽ പ്രഭാഷകനൊക്കെ പറഞ്ഞു തരുന്നുണ്ട്, കുഞ്ഞുങ്ങളുടെ ഉള്ളിൽ പ്രകോപനം നിങ്ങൾ ഉണ്ടാക്കരുത്. കാരണം അതുങ്ങൾക്കൊരു ടേസ്റ്റ് ഉണ്ട്, അതനുസരിച്ച് വേണം അതുങ്ങളെ മോൾഡ് ചെയ്തെടുക്കാനായിട്ടില്ല. ആവശ്യമില്ലാത്ത സാധനങ്ങളൊന്നും കുത്തി നിറയ്ക്കരുത്. അതുകൊണ്ടാണ് പറയുന്നത്, മകനെ, പല കാര്യങ്ങൾ ഒന്നിച്ച് ഇടപെടുത്തരുത്. ഒരെണ്ണം ചെയ്ത് കഴിഞ്ഞിട്ടേ അടുത്ത് ചെയ്യാൻ പാടുള്ളൂ. ഞാൻ പലപ്പോഴും ഇങ്ങനെ ഓഫീസിലൊക്കെ ഇരുന്ന് വർക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഇങ്ങനെ ഓർക്കുന്നുണ്ട്, ചില സ്റ്റാഫൊക്കെ ഉണ്ട്, അവരൊരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും വേറൊരാൾ വന്ന് പറയുന്നത് അതെന്ത് ചെയ്യും, അപ്പോൾ ഇത് അവിടെ വെച്ചിട്ട് അതിൻ്റെ പുറകെ പോകും. മറ്റേ ഒരു സിനിമയ്ക്കകത്ത് ഇന്നസെൻ്റ് പറഞ്ഞ പോലെ, അത് ചെയ്യാൻ പറഞ്ഞപ്പോഴല്ലേ മറ്റേ കാര്യം പറഞ്ഞത്, അപ്പോൾ അങ്ങോട്ട് ഓടി കഴിഞ്ഞപ്പോൾ എന്നാൽ വെള്ളം തിളപ്പിച്ചോ, ഇല്ല അത് വെള്ളം വെക്കാൻ പോയപ്പോഴേ അരി ഇടാൻ പറഞ്ഞു എന്ന് പറഞ്ഞ പോലെ ആവും. കാരണം പല കാര്യത്തിൽ ഒരുമിച്ച് ഇടപെട്ട് കഴിഞ്ഞാൽ ഒന്നും നമുക്ക് പൂർത്തിയാക്കാനായിട്ട് പറ്റത്തില്ല. നമ്മുടെ പ്രൊഫഷണൽ ലൈഫിലും ഇതുപോലെയാണ്, കുടുംബജീവിതത്തിൻ്റെ കാര്യത്തിലും ഇതുപോലെയാണ്.
സാമ്പത്തികത്തിൻ്റെ കാര്യത്തിൽ ഇതുപോലെയാണ്. പല കാര്യങ്ങളിലും ഒരുമിച്ച് ഇടപെടാൻ പാടില്ല. ഒരു കാര്യത്തിൽ ഫോക്കസ്ഡ് ആയിരിക്കുക. അതുപോലെ തന്നെ കാര്യങ്ങൾ ഏറിയാൽ തെറ്റ് പറ്റാൻ എളുപ്പമുണ്ട്. എന്നുവെച്ചാൽ ഒത്തിരി ലോഡൊന്നും നമ്മുടെ തലക്കകത്ത് കയറ്റി വെക്കരുത്. കാരണം ഈ തലയ്ക്ക് താങ്ങാൻ പറ്റുന്ന ഒരു ലോഡുണ്ട്, അതിൽ കൂടുതൽ ഇതിനകത്ത് കയറ്റി വെക്കരുത്. അതിനകത്ത് തെറ്റ് പറ്റാനായിട്ട് ഇടയുണ്ട്. പലതിൻ്റെയും പുറകെ ഓടിയാൽ ഒന്നും പൂർത്തിയാവില്ല. ചിലരിങ്ങനെ ബിസിനസ്സൊക്കെ സ്റ്റാർട്ട് ചെയ്യാറുണ്ട്. ഭയങ്കര പ്രതീക്ഷിച്ചൊക്കെയാണ് ഈ ബിസിനസ്സൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്. അങ്ങനെ ബിസിനസ്സൊക്കെ സ്റ്റാർട്ട് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ, എന്തെങ്കിലും കാരണത്തിൽ ആ ബിസിനസ് അങ്ങ് ലോസാവും. ലോസായി കഴിയുമ്പോൾ ഇവർ ആ ലോസ് എങ്ങനെയെങ്കിലും നികത്തി അതിനെ ഒന്ന് കൊണ്ടുവരാൻ ശ്രമിക്കാതെ അത് നികത്താൻ വേണ്ടി അടുത്ത പരിപാടി തുടങ്ങും. അത് പണി കിട്ടും. ഇനി അതിനെ സോൾവ് ചെയ്യാൻ വേണ്ടി അടുത്ത പരിപാടി തുടങ്ങും. അങ്ങനെ തൊടുന്നതെല്ലാം ഇങ്ങനെ പണിയിൽ നിന്ന് പണിയിലേക്ക് പയ്യെ പൊയ്ക്കൊണ്ടിരിക്കും. പിന്നെ ഒഴിഞ്ഞു മാറാൻ നോക്കിയാൽ നമ്മൾ രക്ഷപ്പെടില്ല. കാരണം പിന്നെ എല്ലാം കൂടി വലിയൊരു ബാധ്യതയുടെ മുകളിൽ നമ്മൾ കയറി ഇരിക്കേണ്ടി വരും. അതുകൊണ്ട് പ്രഭാഷകൻ വ്യക്തമായിട്ട് നമ്മളോട് പറഞ്ഞു തരികയാണ്, മകനെ, പല കാര്യങ്ങളിൽ ഒന്നിച്ച് ഇടപെടരുത്. കാര്യങ്ങൾ ഏറിയാൽ തെറ്റ് പറ്റാൻ എളുപ്പമുണ്ട്. പലതിൻ്റെയും പുറകെ ഓടിയാൽ ഒന്നും പൂർത്തിയാവില്ല. നമ്മൾ ഈ നാഷണൽ ജോഗ്രഫിക് ചാനലിലൊക്കെ അല്ല ഡിസ്കവറിക്കകത്തൊക്കെ നമ്മളിങ്ങനെ കണ്ടിട്ടുണ്ട്, ചില മൃഗങ്ങൾ, അതായത് ഈ സിംഹം, പുലി, ഇവരൊക്കെ വേട്ടയാടുന്നത് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. അതായത് ഇപ്പോൾ ഒരു കൂട്ടം മാന് അല്ലെങ്കിൽ ഇങ്ങനെ പശുക്കൾ, പോത്തുകൾ ഇതിങ്ങനെ മേഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇത് ഒരെണ്ണത്തിനെ ടാർഗറ്റ് ചെയ്യും. ഒരെണ്ണത്തിനെ മാത്രം ടാർഗറ്റ് ചെയ്തിട്ട് അതിൻ്റെ പുറകെ പോയി അതിനെ കീഴ്പ്പെടുത്തും. അല്ലാതെ ഇങ്ങനെയല്ല ചെയ്യുന്നത്. ഇപ്പോൾ ഒരെണ്ണത്തിൻ്റെ പുറകെ ഓടി കുറച്ച് നേരം ഓടിയിട്ട് കിട്ടിയില്ല, അപ്പോൾ അത് വിട്ടിട്ട് അടുത്തതിൻ്റെ പുറകെ ഓടി, അതിനെ കിട്ടിയില്ല, അടുത്ത വിട്ടിട്ട് അടുത്തതിൻ്റെ, അങ്ങനെയല്ല അതുങ്ങൾ ചെയ്യുന്നത്. കാരണം ഇതൊക്കെ ദൈവം നമ്മളെ പഠിപ്പിക്കുന്ന ചില കാര്യത്തിന്, നമ്മൾ ഇടപെടുന്ന ചില കാര്യങ്ങൾക്ക് ഒരു ഏകാഗ്രത ഉണ്ടാവണം, ഒരു ഫോക്കസ് ഉണ്ടാവണം എന്നൊക്കെ ദൈവം നമുക്ക് അതിലൂടെയും ഒരു ട്രെയിനിങ് നമുക്ക് ദൈവം തരുന്ന പ്രകൃതിയിൽ നിന്ന്. കാരണം അതുങ്ങൾ ഒരൊറ്റ ടാർഗറ്റിനെ മാത്രം ഇങ്ങനെ വെച്ചിട്ട് അതിനെ ഓട്ടിച്ചെന്ന് അതിനെ പിടിച്ച് വേട്ടയാടി ഭക്ഷിക്കും. കാരണം അത് ഒറ്റ ഒരെണ്ണത്തിൻ്റെ പുറകെ പോകുന്നതുകൊണ്ടാണ് അതിന് കിട്ടുന്നത്. അതുപോലെയാണ് പ്രഭാഷകൻ പറയുന്നത്, പലതിൻ്റെയും പുറകെ ഓടിയാൽ ഒന്നും പൂർത്തിയാവില്ല. അങ്ങനെ ഓടാൻ പാടില്ല നമ്മൾ പലതിൻ്റെയും പുറകെ. ഇനി പിന്നെ ഒഴിഞ്ഞു മാറാൻ നോക്കിയാൽ അത് രക്ഷപ്പെടുകയുമില്ല. വീണ്ടും നമുക്ക് ആ വചനങ്ങൾ ഒരിക്കൽ കൂടി ശ്രവിക്കാം. അന്വേഷിച്ചറിയാതെ നമ്മൾ കുറ്റം ആരോപിക്കാൻ പാടില്ല. ആദ്യം ആലോചന, പിന്നെ ശാസന. കേൾക്കുന്നതിന് മുമ്പ് മറുപടി പറയരുത്. ഇടയ്ക്ക് കയറി സംസാരിക്കരുത്. വേണ്ടാത്ത കാര്യത്തിൽ തലയിടരുത്. പാപികളുടെ വിധി തീർപ്പിൽ പങ്കാളികളാവരുത്. പല കാര്യങ്ങളിൽ ഒരുമിച്ച് ഇടപെടരുത്. കാര്യങ്ങൾ ഏറിയാൽ തെറ്റ് പറ്റാൻ എളുപ്പമുണ്ട്. പലതിൻ്റെയും പിറകെ ഓടിയാൽ ഒന്നും പൂർത്തിയാവുകയില്ല. പിന്നെ ഒഴിഞ്ഞു മാറാൻ നോക്കിയാൽ രക്ഷപ്പെടുകയുമില്ല. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. പിതാവായ ദൈവമേ, ഞങ്ങൾ കേട്ട ഈ വചനങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനായിട്ട്, പ്രാക്ടീസ് ചെയ്യാനായിട്ട്, പരിശീലിപ്പിച്ചെടുക്കാനായിട്ട് കർത്താവേ, നീ ഞങ്ങൾക്ക് കൃപ തരണമേ. പരിശുദ്ധാത്മാവേ, നീ ഞങ്ങളെ സഹായിക്കണമേ. നന്നായിട്ട് സംസാരിക്കാനായിട്ട് പരിശുദ്ധാത്മാവെ നീ സഹായിക്കണമേ. നന്നായിട്ട് അന്വേഷിച്ച് കാര്യങ്ങൾ ഗ്രഹിക്കാൻ തക്ക ജ്ഞാനം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കാതുകൾ തുറക്കപ്പെടട്ടെ കർത്താവേ. ഞങ്ങളുടെ നാവിന് ഒരു നിയന്ത്രണം നീ തരണമേ. പലതിൻ്റെ പുറകെ ഓടാതെ കർത്താവെ, ഒരു ഏകാഗ്രമായ ഒരു മനസ്സ് ഞങ്ങൾക്ക് തരണമേ. എന്ത് ചെയ്യണം, എങ്ങോട്ടാണ് പോകേണ്ടത്, ഒരു ജീവിതത്തിൽ വ്യക്തമായ ഒരു നേർരേഖ, ഒരു ഫോക്കസ് പരിശുദ്ധാത്മാവെ നീ തെളിച്ചു തരണമേ. പരിശുദ്ധ അമ്മേ, നീ കൈക്ക് പിടിച്ച് നടത്തണമേ. ഔസപിതാവേ, കൂട്ടായിരിക്കണമേ. ആമേൻ.